ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവിൻ നിലാവ് ഉസ്താദിനെ കുറിച്ചാണ്. ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും കാണുന്ന തത്സമയ മതപ്രഭാഷണ പ്രാർത്ഥനാ പരിപാടിയായ അറിവിൻ നിലാവിനെ കുറിച്ച് തന്നെ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണേ. അപ്പോൾ ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് പോവാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ നാട്ടിൽ സജീവമായിരുന്ന ഒരു തൊഴിലാണ് പെയിൻറ്റിങ്, അല്ലേ? മനോഹരമായ പോസ്റ്ററുകൾ, മതിലുകളിലും ചുവരുകളിലുമെല്ലാമുള്ള എഴുത്തുകളും വരകളും പുസ്തകങ്ങൾക്കും മാഗസിനുകൾക്കും ഒക്കെയുള്ള ചിത്രം വരകൾ തുടങ്ങി അവർക്ക് ജോലി ഒഴിഞ്ഞ നേരമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ്, ഉത്സവങ്ങൾ തുടങ്ങിയ തിരക്കുള്ള സമയങ്ങളിൽ ഉറങ്ങാൻ പോലും സമയം ലഭിക്കാറില്ലായിരുന്നു ചിത്രം വര തൊഴിലാക്കിയവരാകെ തന്നെ. പറഞ്ഞു വരുന്നത്, കമ്പ്യൂട്ടർ സജീവമായതോടുകൂടെ ഒരു തൊഴിൽ മേഖല തന്നെ അപ്രസക്തമായതിനെ കുറിച്ചാണ്. ഇതോടുകൂടെ ആ ജോലി ചെയ്തിരുന്ന കലാകാരന്മാർക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അതിൽ ഭൂരിഭാഗം പേരും ആ മേഖല തന്നെ വിട്ട് മറ്റു തൊഴിലിടങ്ങൾ കണ്ടെത്തുകയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? എന്നാൽ നിങ്ങൾക്കറിയുന്ന ചിലരെങ്കിലും ഉണ്ടാകും കാലത്തിനനുസരിച്ച രീതിയിൽ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ചിത്രം വരയ്ക്കാനും പോസ്റ്ററുകൾ, ബാനറുകൾ ഡിസൈൻ ചെയ്യാനും പഠിച്ച പഴയ തൊഴിൽ പുതിയ കുപ്പിയിലാക്കി നവീനമാക്കിയവർ. അവരാണ് യഥാർത്ഥ കൗശലക്കാർ. അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സാധ്യത കണ്ടെത്താൻ കഴിയുകയും ചെയ്തു. ഉസ്താദിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ ഇന്ന് കാണപ്പെടുന്ന ചെറുകിട കച്ചവട സ്ഥാപനങ്ങളുടെ ആയുസ് എത്ര കാലമായിരിക്കും? സാധാരണക്കാരായ ആളുകൾ വരെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൂടെ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുന്ന ഇക്കാലത്ത് ഓൺലൈൻ മേഖലയെ ഉപയോഗപ്പെടുത്താതെ പഴമ തുടർന്നാൽ ഫലം എന്താകുമെന്ന് നമുക്കറിയാം. ഉസ്താദ് സഫ്വാൻ സഖാഫി പത്തപിരിയം എന്ന ചെറുപ്പക്കാരൻ വീട്ടിലിരുന്ന് മതപ്രഭാഷണങ്ങളും പ്രാർത്ഥനാ പരിപാടികളും ഓൺലൈനായി നടത്തുന്നു. ദിവസേന ലക്ഷക്കണക്കിന് ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി തത്സമയമായും അല്ലാതെയും കാണുന്നത്. കാഴ്ചക്കാരുടെ എണ്ണത്തിലാണെങ്കിൽ ദിവസേന വൻ വളർച്ചയാണ് കാണുന്നത്. ഉസ്താദുമാരുടെ വരുമാനമാർഗം എന്തെല്ലാമാണ്? സാധാരണയായി മദ്രസയിൽ പഠിപ്പിക്കുക, പള്ളികളിൽ ജോലി ചെയ്യുക, മതപ്രഭാഷണ പ്രാർത്ഥനാ പരിപാടികളിൽ പോയി പ്രസംഗിക്കുക എന്നിവയൊക്കെയാണ്. ഏതാനും കുറച്ചു പേരൊക്കെ ബിസിനസ് ചെയ്തു വരുന്നവരും ഉണ്ടായേക്കും. പ്രധാന മാർഗം മതം പറഞ്ഞു കൊടുക്കലും നേർവഴിക്ക് ആളുകളെ നയിക്കുകയും ചെയ്യുക എന്നതാണ്. മനുഷ്യർ എന്ന നിലയ്ക്ക് ഉസ്താദുമാർക്കും ജീവിക്കാൻ പണം ആവശ്യമാണല്ലോ. അതിന് ഈ മാർഗങ്ങളിലൂടെയെല്ലാം വരുമാനം അവർ ഉദ്ദേശിക്കാറുമുണ്ട്. കോവിഡ്-19 പലരുടെയും ജോലിയെ കാര്യമായി ബാധിച്ചപ്പോൾ വേറെ കുറേ പേർക്ക് കോവിഡ് നൽകിയത് ജീവിത മാർഗങ്ങളാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. നമ്മുടെ വീട്ടിലും കുടുംബങ്ങളിലുമെല്ലാം ചാനലുകൾ തുടങ്ങി വിജയിച്ചവരും പരാജയപ്പെട്ടവരെയും നമുക്ക് കാണാം. അതുപോലെ തന്നെയാണ് ഹോം ഡെലിവറി, മൊബൈൽ ആപ്പ് തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കിയ കഥകളുടെയും ഹോട്ടലുകളുടെയും കാര്യം. ഇതുപോലെ സാങ്കേതിക വിദ്യ മതപ്രഭാഷണങ്ങൾക്ക് ഉപയോഗിച്ച് വിജയം കൈവരിച്ച വ്യക്തിയാണ് ഉസ്താദ് സഫ്വാൻ സഖാഫി പത്തപിരിയം. ചെറുപ്പക്കാരനായതിനാൽ അദ്ദേഹത്തിന് ഓൺലൈൻ മേഖലയിലേക്ക് ചുവടുമാറ്റാൻ അധികം ആലോചിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. അതിനാൽ തന്നെ അത്തരത്തിൽ ആദ്യമായി വന്ന സംരംഭം എന്ന നിലയ്ക്ക് അറിവിൻ നിലാവ് എന്ന പരിപാടിക്ക് വലിയ പ്രചാരവും സ്വീകാര്യതയും ലഭിക്കുകയും ചെയ്തു. എന്നാൽ മറ്റേതൊരു ഉദ്യമവും പോലെ തന്നെ ഈ ഉസ്താദിൻ്റെ അറിവിൻ നിലാവ് പരിപാടിയും വിമർശനങ്ങൾക്ക് വിധേയമായി. ഉസ്താദ് പണമുണ്ടാക്കാൻ വേണ്ടി ചാടിപ്പുറപ്പെട്ടിരിക്കുകയാണെന്നും ഓൺലൈൻ വഴിയുള്ള ക്ലാസ്സുകളൊക്കെ വെറും പ്രഹസനമാണെന്നുമൊക്കെയായിരുന്നു വിമർശനങ്ങൾ. പണമുണ്ടാക്കുക എന്നതൊരു തെറ്റാണോ? അതോ യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നിവയിലൂടെ ക്ലാസ് എടുക്കുന്നതാണോ കുഴപ്പം? എപ്പോഴും ഇത്തരം വിമർശനങ്ങൾ ഉന്നം വെച്ചത് ഉസ്താദിന് ലഭിക്കുന്ന സ്വീകാര്യതയും യൂട്യൂബിൽ നിന്നുള്ള വരുമാനവുമായിരുന്നു. അതിൽ അസൂയ പൂണ്ടവരോട് എന്തു പറയണമെന്നാണ്? കഴിവുള്ള ആളുകൾ ഓൺലൈൻ സാധ്യത ഉപയോഗിക്കാൻ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഉസ്താദിൻ്റെ കാര്യം തന്നെ എടുത്താൽ, ഉസ്താദ് ഒരു സ്ഥലത്ത് വേദി കെട്ടി പ്രസംഗിക്കുകയാണെങ്കിൽ എത്ര പേരിലേക്കായിരിക്കും അദ്ദേഹത്തിന് സംവദിക്കാൻ കഴിയുമായിരുന്നത്? 1000-ഓ 10,000-ഓ ഒക്കെയല്ലേ? എന്നാൽ അനേക ലക്ഷം ആളുകൾക്കാണ് ഇന്ന് അദ്ദേഹത്തെ ശ്രവിക്കാൻ കഴിയുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് സീരിയലും TV പരിപാടികളും ഉപേക്ഷിച്ച് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നുണ്ടല്ലോ. ഉസ്താദിൻ്റെ ഈ ഉദ്യമത്തെ പോസിറ്റീവായി കാണാതെ വിമർശിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ: പോയി പണി നോക്കാൻ. പണി ഓൺലൈൻ വഴിയും ചെയ്യാമെന്ന് കൂടെ ഓർക്കുക.
പുതിയ ഒരു വിഷയവുമായി നാസ് വിഷൻ എന്ന ഈ ചാനലിൽ വീണ്ടും വീഡിയോകൾ പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.